നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതി പിന്നെ മാർട്ടിൻ കുറേ നാൾ ജയിലിലായിരുന്നു. പുള്ളി ഇപ്പോൾ വെളിയിലിറങ്ങിയിട്ടുണ്ട്, കുമ്പസാരമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പുള്ളി പറയുന്നതിൽ എന്തൊക്കെയോ പിന്നെ കാര്യമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. പുള്ളി ഉണ്ടാക്കി പറയുന്നതല്ല, ഒരു റിയൽ എക്സ്പീരിയൻസ് ആണെന്ന് ഷെയർ ചെയ്യണത് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് വീഡിയോയിൽ. എൻ്റെ പേര് മാർട്ടിൻ എന്നാണ്. നടി ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയായിട്ട് തന്നെ 5 കൊല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ബെയിലിൽ എനിക്ക് കിട്ടി, ഞാൻ പുറത്തിറങ്ങിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങൾ, നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയാം. അതിൻ്റെ പേരിൽ മാത്രം ഇത്രയും നാളെ എന്നെ ജയിലിലിട്ടായിരുന്നത്. നടൻ ലാലും ഡയറക്ടർ ശ്രീകുമാർ മേനോനും നടി മഞ്ജു വാര്യറും രമ്യ നമ്പീശനും ഭാവനയും ചേർന്ന് ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. വണ്ടിയിൽ നടീനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നത് വെറുതെ പറയുന്നത്. നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നടൻ ലാലിന്റെ വീട് വരെ ഞാനാണ് വണ്ടി ഓടിച്ചായിരുന്നത്. ഇതിന്റെ ഇടയിൽ എറണാകുളം നടൻ ലാലിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് നടൻ ലാലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിയും ലാലിന്റെ അളിയൻ പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു. ഇവർ ഇത്രയും പേരുടെ നേതൃത്വത്തിൽ ലാലിന്റെ വീട്ടിൽ നിന്നാണ് എന്നെ XCV വണ്ടിയിൽ നടിയുടെ വീട്ടിൽ പോയി കൊണ്ടുവരണം, പോരാത്തതിന് നടി എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണം എന്നും പറഞ്ഞു. പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞു, നടിക്ക് നിന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ മൊബൈൽ അവൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നടിയുടെ അമ്മയുടെ നമ്പർ എനിക്ക് തന്നിട്ട് പറഞ്ഞു, പാലിയേക്കര ടോൾ കഴിഞ്ഞതിന് ശേഷം മാത്രം നടിയുടെ വീട്ടിലേക്ക് അമ്മേനെ വിളിച്ചിട്ട് വീട്ടിലെ വഴി വെച്ച് പോയാൽ മതി എന്നും പറഞ്ഞ് ഫോൺ നമ്പർ തന്നെ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ലാലിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4:30-5 മണി ടൈമിൽ ഇറങ്ങി പാലിയേക്കര അവർ അതിന്റെ ഇടയ്ക്ക് ഞാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് ഇവർ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചായിരുന്നു. ഇതിനുശേഷം പാലിയേക്കര ടോൾ എത്തിയതിനു ശേഷം നടിയുടെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാത്ത കാരണം വിളിച്ചു ചോദിച്ച് വഴി അന്വേഷിച്ച് ഞാൻ ചെന്നു. നടിയുടെ വീടിന്റെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. എന്നോട് വണ്ടി ഉള്ളിൽ കയറ്റിടാൻ പറഞ്ഞു. ഭാവനയും അമ്മയും അവിടെ ഫ്രണ്ടിൽ നിൽക്കണ്ടായിരുന്നു ഫോണും പിടിച്ച്. അത് കഴിഞ്ഞ് വണ്ടി അവരെ കാർ പോർച്ചിൽ കയറ്റിടാൻ പറഞ്ഞു. ഞാൻ വണ്ടി കാർ പോർച്ചിൽ കയറ്റിട്ട് വണ്ടി ഓഫാക്കി നിന്നപ്പോഴത്തേക്കും ഭാവനയുടെ അമ്മ വീടിന്റെ അകത്തേക്ക് കയറിപ്പോയി. നടി വന്ന് വണ്ടിയുടെ സൈഡിൽ ഡോറിന്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ട് വണ്ടി ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ഓപ്പൺ ചെയ്തു. മാർട്ടിൻ എന്നല്ലേ നിന്റെ പേര്? എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുതിയ ഡ്രൈവറാ വിടുന്നുണ്ടെന്നും പറഞ്ഞ്. ഞാൻ പറഞ്ഞു അതേ ലാൽ ക്രിയേഷനിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ നടി വണ്ടിയിലേക്ക് കയറി എന്നിട്ട് പറഞ്ഞു, വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ഫോൺ മേഡത്തിന് തന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അന്ന് മാർട്ടിൻ പറഞ്ഞതനുസരിച്ച് ഫോണും തരാൻ പറഞ്ഞു. എന്റെ ഫോൺ ഞാൻ കൊടുത്തു. ഇത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഗ്ലാസ് എല്ലാം കയറ്റിട്ടിട്ട് മാർട്ടിൻ കുറച്ചു നേരം ഒന്ന് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു. നടി പറഞ്ഞതനുസരിച്ച് ഞാൻ നടിയുടെ വീട്ടിൽ വെച്ച് തന്നെ വീടിന്റെ പുറത്തിറങ്ങി നിന്നു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂറോളം നടി ഉള്ളിൽ നിന്ന് ഫോണിൽ സംസാരിക്കണ്ടായി. എന്താ സംസാരിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ഗ്ലാസ്സുമ്മ കൊട്ടിയിട്ട് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ വണ്ടി കയറിയപ്പോൾ നടി എന്നോട് പറഞ്ഞു വണ്ടി ഓഫ് ചെയ്തു മാറ്റി, ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം, നമുക്ക് എറണാകുളത്തേക്ക് പോകാമെന്ന് ആദ്യം പറഞ്ഞത്. എറണാകുളത്തേക്ക് പോകാമെന്നും പറഞ്ഞു. നടി എന്റെ ഫോണും പിടിച്ചുകൊണ്ട് തന്നെ വീടിന്റെ അകത്തേക്ക് കയറിപ്പോയി. ഇത് കഴിഞ്ഞ് ഏകദേശം